അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതലാണോ നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതായി തീരുന്നത്? നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഞാനൊരു അമ്മയാവുന്ന നിമിഷം മുതൽ, എന്റെ കുഞ്ഞ് എന്റെ കയ്യിൽ ജനിച്ചു വീഴുന്ന നിമിഷം മുതലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവതിയാവാൻ പോകുന്നത്. അമ്മയാവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ ചെയ്ത ഏറ്റവും മഹത്തായ കാര്യമാണ് അമ്മയാവുക എന്നതാണ് നമ്മുടെ സമൂഹം പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അല്ലെ, എല്ലാവരും നമ്മളോട് പറയുന്ന ഒരു കാര്യം. എന്നാൽ ഇത് എത്രത്തോളം കഠിനമാണ്. നമ്മൾ ഉറക്കമില്ലാത്ത രാത്രികൾ വരുന്നു, മുല കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, നമ്മുടെ ദിനചര്യകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, നമ്മുടെ റിലേഷൻഷിപ്സിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, എല്ലാവരിൽ നിന്നും പെട്ടെന്ന് എന്തൊക്കെയോ ഡിഫറൻസസ് നമുക്ക് വന്ന പോലെ തോന്നുക. എന്നാൽ അതെന്താണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല. വല്ലാത്തൊരു ശൂന്യത, വല്ലാതെ ഐസൊലേറ്റഡ് ആയതുപോലുള്ള ഫീലിംഗ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകും ഒരു അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഇടയിൽ ആ സൊസൈറ്റിയുടെ ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ, പെർഫെക്റ്റ് മാമ ആയിരിക്കണം. നീ അമ്മയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോളംസ് ഒക്കെ ഫില്ല് ചെയ്ത് ഈ കോളംസിലൊക്കെ ടിക്ക് ഇട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നീ ഒരു ഗുഡ് അമ്മയാവുന്നുള്ളൂ, നീ ഒരു പെർഫെക്റ്റ് വണ്ണാവുന്നുള്ളൂ. അല്ലെങ്കിൽ നീ ഭയങ്കര ബാഡ് ആയിരിക്കും. നിനക്ക് മുല വിടാൻ പറ്റിയില്ലെങ്കിൽ നീ ഭയങ്കര ബാഡ് ആയിരിക്കും. നിനക്ക് ഈ കൂട്ടത്തിൽ തന്നെ കുട്ടീനെ നന്നായിട്ട് ഉറക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബാഡ് ആയിരിക്കും. കുട്ടി കരയുന്നുണ്ട്, അവനെ നിനക്ക് സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല, സോ യു ആർ വെരി ബാഡ്. നിനക്ക് നിന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ പറ്റുന്നില്ലേ, നിനക്ക് ആ സമയത്ത് നിനക്ക് വീട്ടുപണി എടുക്കാൻ പറ്റുന്നില്ല, ഓ സോ യു ആർ വെരി ബാഡ്. ഇനി കുട്ടി ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ സമാധാനിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം. എനിക്കും നിനക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒരേപോലെ സമയം കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. എനിക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഇമോഷൻസിനെ ഒന്നും പുറത്ത് കാണിക്കാതെ ഞാൻ എപ്പോഴും സന്തോഷവതിയായിരിക്കണം. കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും സങ്കടം വരാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരുപാട് ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ കാരണം ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടി അതിൽ കൂടെ തന്നെ കടന്നുപോയി. നമ്മൾ അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു സമയമായിരിക്കും അത്. എന്നെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ സത്യമാണ്. അപ്പം ഞാനും എൻ്റെ കുട്ടിയും കൂടെ ഉള്ള ജീവിതത്തിനിടയിൽ എൻ്റെ കുടുംബത്തില് എനിക്ക് എപ്പോഴും ഞാനൊരു സന്തോഷവതിയായിട്ടുള്ള ഒരു ഭാര്യയായിരിക്കണം, സന്തോഷവതിയായിട്ടുള്ള ഒരു അമ്മയായിരിക്കണം. എനിക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എവിടെയും പ്രകടിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എൻ്റെ ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ അത് എൻ്റെ തെറ്റാണ്, ഞാൻ ഒരു കാര്യത്തിൽ ഡിസപ്പോയിന്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി സമയം ഒറ്റയ്ക്ക് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഐ എം എ ബാഡ് മം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എനിക്ക് എനിക്ക് എല്ലാവരുടെ മുമ്പിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കണം, എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു വെരി പെർഫെക്റ്റ് മാം ആയിരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങൾ ഞാനും വിശ്വസിച്ചിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാളെ എന്നോട് പറഞ്ഞു തരണമായിരുന്നു, നിന്റെ ഫീലിങ്സ് എല്ലാം ഓക്കെയാണ്, നിനക്ക് തോന്നുന്നത് ഐസൊലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, എങ്ങോട്ടെങ്കിലും ഓടി പോകാൻ തോന്നുന്നത്, അല്ലെങ്കിൽ കുറച്ച് സമയം എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്നത്, ഇറ്റ്സ് ഓക്കെ, ദിസ് ഇസ് വെരി നോർമൽ എന്ന് പറഞ്ഞു തരാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരാളുണ്ടാവണമായിരുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ അങ്ങനെ ഒരു പാരന്റ് ആവുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കൂടുതലും ആളുകൾ ഉണ്ടാവില്ല. എല്ലാവരുടെയും ശ്രദ്ധ കുട്ടിയിലായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ ആ കുറച്ച് നാളുകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ആയിട്ടുള്ള പീരീഡ്. കാരണം നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ പറ്റിയും, നമ്മൾ കൊടുക്കുന്ന നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റിയും, ആ പുതിയ ആൾ വന്നിരിക്കുന്ന ആളെ പറ്റിയും ഒക്കെ നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്നോളജ് ചെയ്യാൻ ഒരാളാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് പോലും ഇതൊന്നും മനസ്സിലാക്കിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. അല്ലെ, അപ്പൊ എന്റെ പ്രിയപ്പെട്ട അമ്മമാരോട് എനിക്ക് പറയാനുള്ള 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ ടു ബി ഇംപെർഫെക്റ്റ്. നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമില്ല, എവിടെയും നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിക്കുള്ള റിയാലിറ്റി. ആദ്യം തന്നെ നമ്മുടെ ആ ഇംപെർഫെക്ഷനെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിലീഫായിരിക്കും. അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നോ പറയാൻ പറ്റും. കാരണം എന്താ, ഇംപെർഫെക്റ്റ് ആവാന്ന് പറയേ നമ്മൾ തിരക്കാണ്, നമുക്കൊരു കുട്ടിയുണ്ട്, നമ്മൾ ആ കുട്ടിയുടെ കാര്യങ്ങളാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, എൻ്റെ കാര്യങ്ങളാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, വീട് ഇച്ചിരി മിസ് ചെയ്യുന്നോട്ടെ കുഴപ്പമില്ല, അടുക്കളയിലെ കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ കയ്യെത്തിയാലേ നടക്കുള്ളൂ എന്നുള്ളതിലെടുത്ത് ആ അടുക്കള അമ്മയുടെ മാത്രമാക്കി വെക്കാതെ അതങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അവിടെയുള്ള ആൾക്കാരും കൂടെ അവിടെ കയറട്ടെ. മൂത്ത കുട്ടികളുണ്ടെങ്കിലും അവർക്കൊരു റോൾ അവിടെ ഉണ്ടാവട്ടെ, ഹസ്ബൻഡിന് ഒരു റോൾ അവിടെ ഉണ്ടാവട്ടെ. അപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ അടുക്കളയിൽ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു വാശി ഒരമ്മമാർക്കും ഒരാവശ്യമില്ലാത്തൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കതുണ്ടായിരുന്നു പണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോഴും ഇതില്ല. ഞാൻ അടുക്കളയിൽ കാര്യങ്ങൾ അൺലേൺ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അൺലേൺ ചെയ്യാൻ പറ്റുമോ അടുക്കളയിലെ കാര്യങ്ങൾ? പറ്റും. കാരണം എന്താണ്, നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് ആ കറി ഉണ്ടാക്കാൻ പഠിച്ചു, എനിക്ക് ഈ കറി ഉണ്ടാക്കാൻ പഠിച്ചു, എനിക്ക് ബിരിയാണി ഇപ്പം ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് മന്തി ഉണ്ടാക്കാൻ അറിയാം. ഇതെല്ലാം നമ്മൾ എന്തിനാ പഠിച്ചു വെക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ വേറൊരാൾക്കും കൂടെ കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ മറന്നുപോകും. അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് വേറൊരാൾക്ക് അവിടെ റോൾ ഉണ്ടാവും, അയാൾ വന്നിട്ട് ഇവർ പുതിയ കാര്യങ്ങൾ പഠിക്കട്ടെ. അപ്പോൾ കൂടുതൽ ആൾക്കാരും കൂടി ഇതിൽ ഇൻവോൾവ് ആവും. നമ്മൾ തന്നെ വേണം നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, നമ്മൾ തന്നെ വേണം നമ്മളെ കുട്ടികളെ കുളിപ്പിക്കാൻ, നമ്മൾ തന്നെ വേണം കുട്ടികളെ നാപ്പി ചേഞ്ച് ചെയ്യാൻ. അങ്ങനെയൊന്നും നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വാശി പിടിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ എനിക്കാരും ഹെൽപ്പിനില്ല, അത് ഞാൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നത് ഹെൽപ്പിന് ആളെ വിളിക്കുക. അതായത് ചിലപ്പോൾ നമ്മുടെ അമ്മയായിരിക്കും, ചിലപ്പോൾ അച്ഛനായിരിക്കും, ചിലപ്പം നമ്മുടെ ആങ്ങളെയായിരിക്കും, നമ്മുടെ അനിയത്തിയായിരിക്കും,
ഇനി അതൊന്നും അല്ല, ഒരു ഫ്രണ്ട് ആയിരിക്കും. ചില ആൾക്കാരില്ലേ ഫോൺ വിളിച്ചിട്ട് എന്തെങ്കിലും സഹായം വേണേൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയുന്നത്. സഹായം വേണമെന്ന് പറഞ്ഞോളൂ. സഹായം വേണമെന്ന് പറയാൻ മാത്രമല്ല, അവരെ വിളിച്ചിട്ട് ഇന്ന് വരാൻ പറ്റുമോ, 2 മണിക്കൂർ ഇരിക്കാൻ പോകുമെന്ന് ചോദിച്ചു നോക്കൂ. ഹെൽപ്പ് എടുക്കാനും നമ്മൾ മടിക്കാതിരിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്യട്ടെ എന്നാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം നമ്മളെ കൊണ്ട് പറ്റുമോ, അതൊട്ടില്ലതാനും. എന്നാലും നമ്മളെല്ലാം കൂടെ ചെയ്തിട്ട് ആകെ വല്ലാതെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് കെയറാ. ഈ സെൽഫ് കെയർ എന്ന് പറയുന്ന സംഭവം എന്താന്ന് വരെ നമ്മൾ മറന്നു പോകുന്നൊരു സമയമായിരിക്കും അത്. ഈ അടുത്ത് ഞാനൊരു റീലിൽ കണ്ടതാണ്. ആ റീലിൽ ഒരു അമ്മ, പുതിയൊരു അമ്മയാണ്. അമ്മ വന്നിട്ട് എന്തോ സാധനം തുണി എടുത്തോണ്ടിരിക്കുമ്പോഴേക്കും കണ്ണാടിയിൽ അവരുടെ രൂപം കണ്ട് പേടിച്ചു പോകുന്നത്. അത് സത്യമായിട്ടും പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കേട്ടോ. നമ്മൾ മറന്നു പോകും നമ്മൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നെന്ന് പോലും. മുടി ചീവാതെ അല്ലെങ്കിൽ നമ്മൾ എന്തോ ഡ്രസ്സൊക്കെ ഇട്ട്, എനിക്ക് കുറച്ച് ഗ്രൂമൊക്കെ ചെയ്ത് നന്നായിട്ട് നടക്കുന്നതാണ് എനിക്ക് പൊതുവെ ഇഷ്ടമുള്ളത്. ഈവൻ ഡെലിവറിക്ക് പോയ ദിവസം പോലും, ഞാൻ പ്രസവിക്കാൻ പോയ സമയത്ത് പോലും ഞാൻ എൻ്റെ മുഖത്ത് മേക്കപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫീൽ ഗുഡ് ചെയ്യണമെങ്കിൽ എനിക്ക് അത്യാവശ്യം എൻ്റെ മുഖത്ത് പ്രസന്റ് ആയിട്ട് ഫീൽ ചെയ്യണം. അതിനെനിക്ക് മേക്കപ്പ് വേണം. അപ്പൊ ഞാൻ അങ്ങനെയാണ് പോയത്. പക്ഷെ കുട്ടി ഉണ്ടായതിനു ശേഷം ഞാനത് മറന്നുപോയി. പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ച് സെൽഫ് കെയർ ഒക്കെ, എന്റെ സെൽഫ് കെയർ ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് എന്റെ മോന് 1 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ടി കൊടുക്കാൻ 1 മിനിറ്റ് പോലും ഇല്ലാത്ത ഫീല് തോന്നി. അങ്ങനെ 1 മിനിറ്റ് പോലും ഇല്ലാത്ത ഫീല് തോന്നിയപ്പോൾ ഞാൻ നേരത്തെ എണീക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 1 അരമണിക്കൂർ ഞാൻ എനിക്ക് വേണ്ടി മാത്രം, അവിടെ വേറെ ഒന്നിനും പ്രയോറിറ്റി ഇല്ല. അത് ഞാൻ എന്നെപ്പറ്റി ആലോചിക്കുക, കുറച്ചു നേരം കണ്ണടച്ചിരിക്കുക. പിന്നെ എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, അപ്പൊ ഞാൻ കുറച്ച് ബുക്ക് വായിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് നടക്കാൻ പോകാൻ ഇഷ്ടമാണ്, അപ്പൊ ഞാൻ ഇച്ചിരി നടക്കാൻ പോകാൻ തുടങ്ങി. ഇപ്പോഴത്തെ എൻ്റെ ഒരു മോൻ ഉണ്ടായതിനു ശേഷമുള്ള 4.5 വർഷത്തിൽ ഫസ്റ്റത്തെ 1 വർഷം കഴിഞ്ഞാൽ ബാക്കി ഇങ്ങോട്ടുള്ള ലൈഫിൽ എല്ലാ ദിവസവും ആദ്യത്തെ 2 മണിക്കൂർ ഞാൻ എനിക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ ആർക്കും അവിടെ പ്രവേശനം കൊടുക്കാറില്ല. ഈവൻ എൻ്റെ മോൻ എണീറ്റിട്ട് മമ്മി ഞാനും നടക്കാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ സോറി മോനെ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. കാരണം അത് എൻ്റെ സമയമാണ്. ആ സമയം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയമാണത്. അതിനെയാണ് ഞാൻ എപ്പോഴും സെൽഫ് കെയർ എന്ന് പറയാറുള്ളത്. ഞാൻ പോലെ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്, നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ആ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സെൽഫ് കെയർ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് എൻജോയ്മെന്റ്സ് നിങ്ങളെ മറക്കാതിരിക്കുക. നിങ്ങൾ പണ്ട് എന്തായിരുന്നോ ചെയ്തുകൊണ്ടിരുന്ന ആ സംഭവങ്ങളിലേക്ക് ഒരുപാട് സമയം ലേറ്റ് ആക്കാതെ തിരിച്ചു വരാൻ ശ്രമിക്കുക. ഒരുപാട് സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ മറക്കാൻ തുടങ്ങും. ആ മറക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. നമ്മളെ മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ബെസ്റ്റ് നമുക്ക് കൊടുക്കാനും പറ്റില്ല, നമ്മുടെ കൊച്ചിന് കൊടുക്കാനും പറ്റില്ല. അപ്പം ഈ 3 കാര്യങ്ങളാണ്. പെർഫെക്റ്റ് ആവാൻ നോക്കുക, ഒരു കുഴപ്പമില്ല. ഇംപെർഫെക്ഷനിൽ തന്നെ ഹെൽപ്പ് എടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ സെൽഫ് കെയർ നോക്കുക. 3 കാര്യങ്ങൾ നമ്മൾ 3 കാര്യങ്ങൾ മറക്കാണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറേയൊക്കെ ഒരു ഗോൾ മീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. ഒരു സമാധാനം കിട്ടും ആസ് എ മം. അപ്പം നമുക്ക് ഇച്ചിരി സമയം നമുക്ക് വേണ്ടി എടുക്കാൻ പറ്റുന്നത് പോലെ തോന്നും. പല അമ്മമാരും ഞാൻ കാണാറുണ്ട് കേട്ടോ, രാവിലെ തന്നെ എണീക്കും, നേരെ എണീറ്റ് അടുക്കളയിലേക്ക് പോകും. അതൊന്നും എന്താ പറയാ, ഒരുപാട് പണി ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എനിക്കത് മനസ്സിൽ എന്താ പറയുക, ഇപ്പോഴും ഒരു സങ്കടമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. കാരണം രാവിലെ എണീറ്റാലും അടുക്കളയിൽ പോകും, രാത്രിയും അടുക്കള കൂട്ടി നേരെ ബെഡ്റൂമിൽ വന്ന് കിടന്നുറങ്ങും. അവിടെ കുറച്ച് സമയം നമ്മൾ ചെലവാക്കുന്നത് ചിലപ്പോൾ ഫോണിലായിരിക്കും. അതിന് സെൽഫ് കെയർ എന്ന് പറയാൻ പറ്റില്ല. സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള എന്റർടൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി ചെലവാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുക. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഫോണിന്റെ ടൈം എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതിന് നിങ്ങൾ വേറെ ടൈം എടുത്തു, അത് എന്റർടൈനിങ് ആയിട്ട് നടക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടി ഇച്ചിരി ടൈം കണ്ടുപിടിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ പറയുമ്പോൾ തന്നെ. നമ്മളെ അക്നോളജ് ചെയ്യാനും നമ്മളെ സമാധാനിപ്പിക്കാനും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പലപ്പോഴും ഒന്ന് വിചാരിക്കുക. ആർക്കും വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാണ്ട, ആരെയും സന്തോഷിപ്പിക്കാനും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക, പറ്റുന്നത്രയും കാര്യങ്ങൾ മാത്രം ചെയ്യുക. ബാക്കി കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ, ഒരു കുഴപ്പമില്ല. കാണുന്ന ആൾക്കാർ ചെയ്തോട്ടെ. ലീവ് ഇറ്റ് ദെയർ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കുട്ടികളായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാശി പിടിക്കും, കരയും, ഓടും, നമ്മൾ അവരുടെ പുറകെ ഓടേണ്ടി വരും. നമുക്ക് അവരെ എടുത്ത് കാറിൽ കൊണ്ടൊക്കെ ഇരുത്തിയിട്ട് കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ ഷോപ്പിംഗ് നിർത്തി തിരിച്ചു പോരേണ്ടി വരും. ഇതൊക്കെ നോർമലാണ്. നമ്മൾ പെർഫെക്റ്റ് ആവേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഓക്കെ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല, നമ്മളും പെർഫെക്റ്റ് അല്ല. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സമാധാനിക്കാറുള്ളത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇച്ചിരി സമാധാനമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അതൊന്ന് ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് പേഴ്സണൽ ടൈം എടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, നിങ്ങൾ പറയുന്ന നോ ആയിക്കോട്ടെ, അത് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണെന്നും കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ എനിക്കും മനസ്സിലാവും, അതുപോലെ കാണുന്ന മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ചോളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സപ്പോർട്ടായിരിക്കും. ഈ ഒരു ചാനലിന്റെ ഗ്രോത്ത് നിങ്ങളുടെ ഒരു എന്താ പറയുക സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.